കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിനെ സംബന്ധിച്ച് ഖുർആനിന്റെ പകുതിക്ക് സമാനമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ പകുതിക്ക് സമാനം, അതായത് ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്താണെന്നും 4 തവണ ഓതൽ കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ പ്രതിഫലം സിദ്ധിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിരുന്നു. ഈ സൂറത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്, ഭൂമി അതിന്റെ കുലുക്കം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അവസാനത്തിലുള്ള ഭയാനകമായ കുലുക്കത്തെയാണ് ഇതിന്റെ ഒന്നാമത്തെ വചനം സൂചിപ്പിക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഭൂമി കുലുക്കം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ ഈ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും എല്ലാം ചലിക്കുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ പരിധിയൊക്കെ വിട്ട് ഭൂമി കുലുക്കം പല സമയത്തും ഉണ്ടാകാറുണ്ട്. മനുഷ്യന് അല്ലാഹു തആല ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രഹം വേറെ കാണാനില്ല. മനുഷ്യൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളത് മനുഷ്യന്റെ ഗവേഷണത്തിൽ ഇപ്പോഴും ഉള്ള വിഷയമാണ്. അങ്ങനെയുള്ള ഈ ഭൂമി അതിന്റെ ഘടനകൾ തന്നെ മാറുന്ന തരത്തിൽ കുലുങ്ങുന്ന അവസാനത്തെ ഒരു കുലുക്കം. ഭൂമിയിൽ പല ദിവസങ്ങളിൽ പല സമയങ്ങളിൽ ഭൂമി കുലുക്കം നടക്കാറുണ്ട്. നമ്മൾ ഇന്റർനെറ്റൊക്കെ പരിശോധിച്ചാൽ 2 ദിവസം മുമ്പും ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. പല അളവിലുള്ള കുലുക്കങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും അവസാനമുള്ള ഭയാനകമായൊരു കുലുക്കം. നേരത്തെയുള്ള സൂറത്തിൽ നിന്ന് അതിന്റെ ബാക്കി എന്നോണം എപ്പോഴാണ് ഈ അനുഗ്രഹങ്ങളും സ്വർഗവും നരകവും വിചാരണകളും ഒക്കെ ഉണ്ടാവുക? ഭൂമി അതിന്റെ കുലുക്കം കുലുക്കപ്പെട്ടാൽ. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറന്തള്ളുകയും ചെയ്തു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ ഭൂമി പുറന്തള്ളുകയും ചെയ്തു. ഭൂമിക്ക് അടിയിൽ പലതരത്തിലുള്ള സാധന സാമഗ്രികളുണ്ട് എന്ന് നമുക്കറിയാം. പെട്രോൾ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളുണ്ട്, സ്വർണം ഖനനം ചെയ്യുന്നവരുണ്ട്. ലോകത്ത് പലതും ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ഖിയാമത്ത് നാളാകുമ്പോ സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മുതൽ ഇക്കാലം വരെയും ജീവിച്ചു മരിച്ചുപോയ ആളുകളെയൊക്കെയും ഭൂമി പുറന്തള്ളും, അഥവാ ആ ഭൂമികളിൽ നിന്ന് ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. അതിനെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. എല്ലാ ഭാരവും ഭൂമി ഇറക്കി വെക്കും. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഭൂമിയുടെ അടിയിൽ നിന്ന് സ്വർണവും പെട്രോളും മറ്റ് മനുഷ്യനാവശ്യമായി മനുഷ്യൻ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും അല്ലാത്തതും ഭൂമിക്കടിയിൽ എന്തെല്ലാം ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു കിണർ കുഴിക്കാൻ തന്നെ നമ്മൾ കുഴിച്ചു തുടങ്ങിയാൽ പാറകളും വെള്ളങ്ങളും കല്ലുകളും വ്യത്യസ്തങ്ങളായ തട്ടുകളായിട്ട് നമുക്ക് ഭൂമിയെ കാണാൻ പറ്റും. ഭൂമിക്ക് അടിയിൽ നമ്മൾ വിചാരിക്കാത്ത പലതും ഉണ്ടല്ലോ. പലതരത്തിലുള്ള ഗവേഷണങ്ങളുണ്ടല്ലോ. മനുഷ്യൻ ഭൂമി തുരന്ന് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ ഗവേഷണം നടന്നത് റഷ്യയിലാണ്. ഒരുപാട് ആഴത്തിലേക്ക് ഭൂമി കുഴിച്ചു ചെന്നിട്ട് അവർ ആ ഗവേഷണം നിർത്തിവെച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഈ ഭൂമിയുടെ അടി തുരന്ന് എവിടെ എത്തുക എന്ന് മനുഷ്യൻ അന്വേഷിച്ചിട്ട് ആ ഗവേഷണം നിർത്തിവെച്ചു. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്, കുറെ താഴേക്ക് കുഴിച്ചു ചെന്ന് കിലോമീറ്ററുകളോളം ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗവേഷകർക്ക് പിന്നീട് താഴേക്ക് കുഴിക്കാൻ കഴിയുന്നില്ല. ഏതൊക്കെയോ കരച്ചിലുകളും ബഹളങ്ങളും ആരൊക്കെയോ തേങ്ങിക്കരയുന്നത് പോലെയുള്ള ശബ്ദങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അസഹനീയമായ അത്തരം കാരണങ്ങൾ കൊണ്ട് ആ ഗവേഷണം അവിടെ നിർത്തിവെക്കുകയും അവർ തിരിച്ച് കയറിപ്പോരുകയും ചെയ്തു. അങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളത്തിന് വേണ്ടി നമ്മൾ ഭൂമി കുഴിക്കാറുണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ അടിയിലുള്ള നമ്മൾ പറയല്ലോ മനസ്സിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളൊക്കെ എടുത്ത് പുറത്തിടുക എന്ന് പറയുന്നത് പോലെ ഭൂമി അതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും എടുത്ത് പുറത്തിടും. അപ്പൊ മനുഷ്യൻ ചോദിക്കും, അതാണ് തൊട്ടടുത്ത ആയത്ത്, വഖാലൽ ഇൻസാനു മാലഹ. ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന് മനുഷ്യൻ ചോദിക്കും. അതോടൊപ്പം ചോദിക്കുമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഈ സ്വർണവും മറ്റുള്ള മനുഷ്യൻ വിലമതിക്കുന്ന പലതും ഭൂമിയെടുത്ത് നിസ്സാരമായി പുറത്തേക്കിടുമ്പോൾ ഇതിനു വേണ്ടിയാണല്ലോ റബ്ബേ ദുനിയാവിൽ കിടന്ന് ഞങ്ങൾ അടികൂടിയത്, ദുനിയാവിൽ ഞങ്ങൾ പരസ്പരം തർക്കിച്ചതൊക്കെയും ഇതിനു വേണ്ടിയാണല്ലോ, ഇതൊക്കെ ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയും ചെയ്യും.
യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹ. കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ച നമ്മൾ അവിടെയാണ് പറഞ്ഞ് നിർത്തിയത്. ഭൂമി അതിന്റെ വിഭവങ്ങളൊക്കെ പുറത്തിടുന്നു എന്ന് മാത്രമല്ല, ഭൂമി അതിന്റെ ഓരോ വർത്തമാനങ്ങളും വിളിച്ചു പറയുന്ന ഒരു ദിവസം. ആ ദിവസം യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്ന ദിവസം. ബിഅന്ന റബ്ബക ഔഹാലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബോധനം നൽകിയ നിമിത്തം, അതിന് വഹീ നൽകിയ നിമിത്തമായി, അല്ലാഹു തആല കൽപ്പിച്ചത് കാരണമായി ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളംബരപ്പെടുത്തുന്ന ദിവസം. പരിശുദ്ധമായ ഖുർആൻ ഭൂമി കുലുക്കത്തെക്കുറിച്ച് വിവിധയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അവസാനത്തെ ഈ കുലുക്കം, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ഈ ഭൂമിക്കുണ്ടാവുന്ന കുലുക്കം കാരണം ഭൂമി മറ്റെന്തോ ആയിപ്പോകുന്നത് പോലെ, ഭൂമിയുടെ ഘടന തന്നെ മാറുന്ന തരത്തിലുള്ള കുലുക്കമാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ ഫഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിർത്തി. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഖാല അതദറൂന മാ അഖ്ബാറുഹാ, എന്താണ് ഭൂമി വിളിച്ചു പറയുമെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ, ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്നതുകൊണ്ട് അല്ലാഹു തആല എന്താണ് ഉദ്ദേശിച്ചത്? മഹാന്മാരായ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ സുൽസിലത്ത് ഓതിയിട്ട് യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹ എന്ന് ഓതിയതിനു ശേഷം അതവിടെ നിർത്തിയിട്ട് ചോദിച്ചു, ഭൂമി എന്തൊക്കെയാണ് പറയാ? ഭൂമി എന്തൊക്കെയാണ് പറയുക എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഉടനെ ഖാലു, മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് അറിയാ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ഫഇന്ന അഖ്ബാറഹാ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ളഹ്രിഹാ. ഭൂമി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ മേലെ അള്ളാഹുവിന്റെ അബ്ദുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ ഭൂമിയുടെ പുറത്ത് ചെയ്ത പ്രവർത്തനങ്ങളെയാണ് ഭൂമി വിളിച്ചു പറയുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, അലാ കുല്ലി അബ്ദിൻ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ, എതിരായിട്ടാണ് ഭൂമി വർത്തമാനം പറയുക. ഭൂമിയുടെ മേലെ പ്രവർത്തിച്ച ആളുകൾക്ക് എതിരായിട്ട് ഭൂമി വർത്തമാനം പറയുന്ന ഒരു സമയം വരാനുണ്ട്. ഭൂമി വിളിച്ചു പറയുന്നത് ഓരോ മനുഷ്യനും ചെയ്ത കൊള്ളരുതായ്മകളാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് നിസ്കരിക്കണം. എന്തുകൊണ്ടാണത്? നമ്മുടെ സുജൂദുകളുടെ സ്ഥാനങ്ങൾ ഭൂമിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫർള് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഒരല്പം മാറി നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നു. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഒരല്പം കൂടി മാറി നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സുജൂദിന്റെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ സുജൂദിന്റെ സ്ഥാനങ്ങളെല്ലാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ഈ ഭൂമി സാക്ഷി പറയും. അപ്പൊ നന്മയും പറയും, തിന്മയും പറയും. തിന്മയാണ് ഭൂമി വിളിച്ചു പറയാം. അതിന്റെ കാരണം എന്താണ്? തിന്മ ചെയ്തയാൾ തിന്മ നിഷേധിക്കും. യാസീൻ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, തിന്മ നിഷേധിക്കുന്ന സമയത്താണ് സാക്ഷി വേണ്ടി വരിക. നന്മ ചെയ്യുന്നയാൾ നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം ഇതാ വാങ്ങിക്കൊണ്ടുപോകും. തിന്മ ചെയ്തയാൾ അത് നിഷേധിക്കുമ്പോഴാണ് അവനെതിരെ സാക്ഷി വേണ്ടി വരിക. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അപ്പോഴാണ് നാവ് സീൽ വെച്ചിട്ട് ശരീരത്തെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുക. മനുഷ്യന് നേരിടാൻ കഴിയാത്ത മഹ്ശറയിലെ പ്രബലമായ സാക്ഷി അത് ഭൂമിയാണ്. മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. ഭൂമി വിളിച്ചു പറയും, ഇന്നാലിന്ന സമയത്ത് എന്റെ മേലെ വെച്ചുകൊണ്ടാണ് നീ ഈ പണി ചെയ്തത്. അള്ളാഹു അന്നത്തെ ദിവസം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കൽബിൽ അതിങ്ങനെ ഓർമ്മ വരണം. യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ, ഭൂമി വിളിച്ചു പറയും. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദിവസം. അപ്പൊ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തിരുന്ന് ദിക്റ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലം നാളെ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും.
അങ്ങനെ ഓരോന്നും. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമ്മെ അങ്ങനെ പഠിപ്പിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹഫ്ഫളൂ മിനൽ അർദ് ഫഇന്ന ഉമ്മക്കും, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കുക, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കുക. ഫഇന്നഹാ ഉമ്മുക്കും, അത് നിങ്ങളുടെ മാതാവാണ്. അതിന്റെ അർത്ഥം ഭൂമി മാതാവാണ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് മണ്ണുകൊണ്ടാണല്ലോ നാമൊക്കെയും സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഭൂമി സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്? ഫഇന്നഹു ലൈസ അഹദുൻ ആമിലുൻ അലൈഹാ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറ. ഭൂമിയുടെ മേലെ വെച്ചുകൊണ്ട് ഖൈറാകട്ടെ ഷർറാകട്ടെ ഒരാൾ ചെയ്തിട്ടുണ്ടോ അത് വിളിച്ചു പറയപ്പെടുന്ന ദിവസം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസൊക്കെ നമ്മുടെ ഖൽബിൽ എപ്പോഴും വേണം. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കുക, ഭൂമിയുടെ മേലെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത അമൽ അത് ഖൈറാകട്ടെ ഷർറാകട്ടെ ഈ ഭൂമി അത് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതെവിടെയാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇരുന്ന സ്ഥലം, നടന്ന സ്ഥലം, പോയ സ്ഥലം, ചെയ്ത സ്ഥലം, ഇതെല്ലാം ദിക്റു ചൊല്ലിയ സ്ഥലങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ നിന്ന് നാളെ റബ്ബിന്റെ മുമ്പിൽ നാം ഉത്തരം പറയേണ്ടി വരുമ്പോൾ നാം തെറ്റു ചെയ്ത ഭൂമിയുടെ മേലെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഭൂമി ഇങ്ങനെ എണ്ണി എണ്ണി പറയും. എൻ്റെ മേലെ ഇരുന്നു കൊണ്ട് ഇന്നത് ചെയ്തു. കൂടിയിരുന്ന് വർത്താനം പറഞ്ഞപ്പോ ഈ വർത്തമാനങ്ങൾ പറഞ്ഞു, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ കൂടിയിരുന്നിട്ട് വർത്താനം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലം നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതിന് സാക്ഷി പറയും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ നടക്കുന്ന സ്ഥലം, നമ്മൾ പോകുന്ന സ്ഥലം. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളെയും, അതാണ് ഹബീബായ നബി തങ്ങളെ ഹദീസ് നമ്മെ സൂചിപ്പിച്ചത്, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഭൂമി അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് പറയാം. അതിന് വേറെ വൃത്താന്തമൊന്നുമില്ല. തൊട്ടടുത്ത ആയത്ത് നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി തരുന്നുണ്ട്, ബിഅന്ന റബ്ബക ഔഹാലഹാ. ഭൂമി എങ്ങനെയാണ് വർത്തമാനം പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബോധനം നൽകുന്നത് കൊണ്ടാണ് അത് വർത്തമാനം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് സംസാരിക്കുവാനുള്ള കഴിവ് പരലോകത്ത് നൽകും. നമുക്ക് സംസാരിക്കാൻ കഴിവ് തന്നത് ആരാണ്? നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നത് ആരാ? അല്ലാഹു ആണ്. നമ്മൾ സംസാരിക്കുന്ന അവയവം നോക്കൂ, മനുഷ്യന്റെ ശരീരത്തിലെ ഒരെല്ല് പോലും ഇല്ലാത്തൊരു അവയവമാണ് നമ്മൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഇത്ര നിസ്സാരമായ ഒരു സാധനം കൊണ്ട് മനുഷ്യനെ സംസാരിപ്പിക്കുന്ന റബ്ബിന് ഭൂമിയെ സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ബുദ്ധിപരമായ ഒരു മനുഷ്യന് ആലോചിക്കാൻ പറ്റിയ കാര്യമാണ്. മനുഷ്യ ശരീരത്തിലെ ദുർബലമായ ഒരു നാവ് അതിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ശക്തി തന്ന റബ്ബിന് ഭൂമിയെ കൊണ്ട് അതിന്റെ വൃത്താർത്ഥങ്ങൾ സംസാരിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അതിന്റെ റെക്കോർഡുകൾ ഭൂമിക്ക് പറയാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ വിചാരം വേണ്ട. ബിഅന്ന റബ്ബക ഔഹാലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകിയത് നിമിത്തമായി, വഹീ നൽകിയത് നിമിത്തമായി, കൽപ്പിച്ചത് പ്രകാരം ഭൂമി നാളെ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കും. അതൊരു വലിയ പ്രതീക്ഷയുള്ള ആയത്ത് കൂടിയാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. ഭൂമി കുലുങ്ങണം, ഖിയാമത്ത് നാൾ ഉണ്ടാകണം, ലോകത്തിക്കാണുന്ന പ്രശ്നങ്ങളൊക്കെ വരണം, ദജ്ജാല് വരണം, പ്രയാസങ്ങൾ. ഖിയാമത്തിനോടനുബന്ധിച്ച് ഭൂമി കുലുക്കങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി കുലുക്കങ്ങളുടെ എണ്ണം വർദ്ധിക്കും, കാലം പെട്ടെന്ന് കടന്നു പോകും. ധാരാളം അടയാളങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് കാണാം. കാലം പെട്ടെന്ന് കടന്നു പോകും. നിമിഷങ്ങൾ കൊണ്ടിങ്ങനെ ദിവസങ്ങളും മാസങ്ങളും മനുഷ്യനിൽ നിന്ന് കടന്നു പോകുന്ന കാലം വരും. അപ്പോൾ മനുഷ്യന്റെ അന്ത്യവും ഖിയാമവും ഒക്കെ ഉണ്ടാകണം. എന്തിനാണ് ഔലിയാക്കളും സാലിഹ്യങ്ങളും ഒക്കെ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായാലേ, ഖിയാമത്ത് നാൾ ഉണ്ടായാലേ അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചെയ്ത അമലിന്റെ ഒക്കെ കൂലി വാങ്ങാനുള്ള ആ ദിവസം ഉണ്ടാവും, സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഖിയാമത്ത് നാൾ ഉണ്ടാവണം, ദജ്ജാല് വരണം, ഇവിടെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ സംഭവിക്കണം. അപ്പോഴേ മുഅ്മിനായ മനുഷ്യന്, പലരുടെയും വർത്തമാനങ്ങളിൽ കാണാം, മുഅ്മിനായ മനുഷ്യന് സ്വതന്ത്രമാകുന്നത് ഖിയാമത്ത് നാളിലാണ്. കാരണം അവന് പിന്നീട് പ്രയാസങ്ങളൊന്നുമില്ല, പിന്നീട് ഒരു വിഷമവും ഇല്ല, പിന്നീട് സങ്കടങ്ങളൊന്നും വരാനുമില്ല. ഖിയാമത്തോടുകൂടി അവന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാം അവസാനിച്ചു.
ദുനിയാവ് എത്ര കഷ്ടപ്പെട്ട ദുനിയാവാണ്. ഈ ദുനിയാവിൽ കിടന്ന് ഓടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ടാണല്ലോ ജീവിക്കുന്നത്. നിങ്ങളൊക്കെയും പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ് ഓരോരുത്തരും. ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, പ്രത്യേകിച്ച് കുടുംബനാഥന്മാരായ പുരുഷന്മാർ എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ദുനിയാവിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എല്ലാ പ്രയാസങ്ങളും അവസാനിക്കുന്ന ദിവസം അത് ഖിയാമത്തിന്റെ ദിവസമാണ്. ആ ദിവസം അല്ലാഹു തആല മുഅ്മിനായ മനുഷ്യന് നൽകുന്ന പ്രതിഫലം അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഔലിയാക്കളൊക്കെ പറഞ്ഞത് ഖിയാമത്ത് നാൾ വേഗം ഉണ്ടാവണം. അപ്പോ ഖിയാമത്ത് നാൾ സംഭവിക്കണം. അവസാനിപ്പിക്കുന്നു ബി അന്ന റബ്ബക ഔഹാലഹ, അല്ലാഹു ബോധനം നൽകിയത് നിമിത്തമാണ് ഭൂമി അത് പറയാ. അപ്പൊ അല്ലാഹു തആല കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഭൂമിയെ വർത്തമാനം പറയിക്കുക. അവിടെയുള്ള പ്രതീക്ഷ എന്താണ്? അല്ലാഹു പറയാൻ പറഞ്ഞത് മാത്രമേ ഭൂമി പറയുകയുള്ളൂ. പടച്ചവൻ പറയാൻ പറഞ്ഞത് മാത്രമേ ഭൂമി പറയുകയുള്ളൂ. നമ്മളൊക്കെ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരുകയും മറ്റുള്ളവരിൽ നിന്ന് അത് മറയ്ക്കുകയും ചെയ്യും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു മറയ്ക്കുന്നവനാണ്. ഒരാൾ ചെയ്ത തെറ്റ് പൊറുക്കുക എന്ന് മാത്രമല്ല, മറച്ചു കളയുന്ന റബ്ബാണ്. ദുനിയാവിൽ ഒരാളോട് തെറ്റ് ചെയ്തു, അയാൾ ചിലപ്പോൾ പുറത്തു കൊടുക്കും. പക്ഷേ ചിലപ്പോൾ പലരോടും പറഞ്ഞേക്കാം, ഇന്നയാൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആകുന്ന കാരുണ്യവാനായ റബ്ബ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് പൊറുക്കുക മാത്രമല്ല, അത് മറയ്ക്കുകയും ചെയ്യും. അവൻ ഇന്നാലിന്നത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമി നമ്മെക്കുറിച്ച് വിളിച്ചു പറയാനുള്ളത് അല്ലാഹു കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ആരെക്കുറിച്ച് എന്തു പറയണം എന്ന് ഭൂമിക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. പറയേണ്ടതേ പറയാവൂ എന്ന നിർദ്ദേശമുണ്ട്. അല്ലാഹു തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മെ പഠിപ്പിച്ച ഗുരുവര്യന്മാർ, നമ്മളെ മാന്യന്മാരായി കണ്ട നാട്ടുകാർ, നാമുമായി ബന്ധപ്പെട്ട എത്രയോ മനുഷ്യരുടെ മുന്നിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഇവൻ ഇന്നാലിന്നെ തെറ്റ് ചെയ്തവനാണ്, എൻ്റെ മേലെ വെച്ച് ഇന്നാലിന്നെ കുറ്റം ഇവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വഷളാവും. അവിടെയാണ് കാരുണ്യവാനായ റബ്ബിന്റെ കരുണയിലേക്ക് പ്രതീക്ഷിക്കുക. അല്ലാഹു തആല അവൻ മറയ്ക്കുന്നവനാണ്, അവൻ പൊറുക്കുന്നവനാണ്. ചെയ്ത തെറ്റ് മറച്ചു വെക്കുകയും പൊറുക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ പോലും അവന്റെ തെറ്റ് വിളിച്ചു പറയാതെ അല്ലാഹു തആല പൊറുക്കും. അത്ര വലിയ കാരുണ്യവാനാണ്, ഔദാര്യവാനായ റബ്ബ് എന്നാണ്. അപ്പൊ ബി അന്ന റബ്ബക ഔഹാലഹ, ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, തേനീച്ചയ്ക്ക് അല്ലാഹു തആല ബോധനം നൽകി. അതുപോലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ സംസാരിച്ച സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഉറുമ്പുകൾ സംസാരിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടുത്തെ മരം കൊത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ സുലൈമാൻ നബിയുടെ മരം കൊത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച സംഭവം ഖുർആനിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ ഹദീസുകളിലുണ്ട്. പല ജീവജാലങ്ങളും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സംസാരിച്ച പല സംഭവങ്ങളും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ആ ദിവസം അള്ളാഹുവിന്റെ ഭൂമി നമുക്കെതിരെ സാക്ഷി പറയും. നമുക്കെതിരെ വരാനുള്ള സാക്ഷികളെല്ലാം പ്രബലരായ സാക്ഷികളാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സാക്ഷിത്വമാണ് ഭൂമി പറയാം. പിന്നെ എങ്ങോട്ട് നിഷേധിക്കാനാണ്? ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എവിടെയാണോ വെച്ച് തെറ്റ് ചെയ്തത് ആ സ്ഥലം നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയം നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ തുടങ്ങി മനുഷ്യനെതിരെ ഒരുപാട് സാക്ഷികൾ വരുന്ന ദിവസമാണ് മഹ്ശറ. അതുകൊണ്ട് തന്നെ ഇദാ സുൽസിലത്ത് സൂറത്ത് ഓതിയിട്ട് കരഞ്ഞ ധാരാളം ഇമാമിങ്ങളെ ചരിത്രത്തിൽ കാണാം. ഓരോ ആയത്തും ഇങ്ങനെ ഓതിയിട്ട് യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, പടച്ചവനെ നാളെ എന്നെക്കുറിച്ച് ഈ ഭൂമി എന്തൊക്കെ വിളിച്ചു പറയും. ഓരോ നിസ്കാരത്തിൽ നമ്മൾ കേൾക്കുമ്പോഴും ഓതുമ്പോഴും ആ ചിന്ത നമ്മുടെ കൽബിൽ വേണം. എന്നെക്കുറിച്ച് എന്തൊക്കെ വിളിച്ചു പറയാനുണ്ട്, എന്നെക്കുറിച്ച് എന്തെല്ലാം നിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അല്ലാഹുവേ ബി അന്ന റബ്ബക ഔഹാലഹാ, നീ ഭൂമിക്ക് ബോധനം നൽകുന്ന സമയത്ത് റബ്ബേ എന്നെ നീ ഒന്ന് മറച്ചു വെക്കണേ. അല്ലാഹ് പടച്ചവനെ നീ എന്നെ ജനങ്ങളിൽ നിന്നൊന്ന് മറച്ചു വെക്കണേ, എൻ്റെ തെറ്റുകളൊന്ന് മറച്ചു വെക്കണേ, ഭൂമിയോടെല്ലാം വിളിച്ചു പറയരുതേ എന്ന് പറയണം എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്തവരുണ്ട്. നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ലക്ഷ്യവും അത് തന്നെയാണ്. നിസ്കാരത്തിലൊക്കെ ഓതുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ ഓർമ്മ വരണം. ഭൂമിയുടെ കുലുക്കവും ഭൂമി വിളിച്ചു പറയുന്നതും നാളെ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എല്ലാം അവസാനിപ്പിക്കുന്നു. തൊട്ടടുത്ത 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ ഖുർആനിന്റെ പകുതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സൂറത്തിന്റെ പവിത്രത കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ, രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ, കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുമാറാകട്ടെ, നാളെ പരലോകത്ത് അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളെ തൊട്ടും റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കൽബുകളിൽ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു റാഹത്തിലാക്കി നൽകുമാറാകട്ടെ. നമ്മെ തൊട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മെ പഠിപ്പിച്ച ഗുരുവര്യന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.